എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക്. പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ. മുൻ ഡിജിപി ആർ ശ്രീലേഖ പോലീസിനെതിരെ പരസ്യമായി മുദ്രാവാക്യം വിളിച്ചതും അതിന് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ മറുപടി നൽകിയതുമാണ് വലിയ ചർച്ചയായിരിക്കുന്നത്. വട്ടിയൂർക്കാവിലുണ്ടായ ബിജെപി സിപിഎം സംഘർഷത്തിന് പേരിൽ പോലീസ് പക്ഷപാതപരമായി പെരുമാറുന്നു എന്നാരോപിച്ച് ബിജെപി മഹിളാ മോർച്ച നടത്തിയ പ്രതിഷേധത്തിലാണ് ശ്രീലേഖ പങ്കെടുത്തത്. പോടാ പുല്ലേ പോലീസെ എന്ന മുദ്രാവാക്യം ശ്രീലേഖ ഏറ്റുവിളിച്ചതാണ് പോലീസുകാരെ ചൊടിപ്പിച്ചത്. ശ്രീലേഖയുടെ നടപടിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിജു രംഗത്തെത്തി. മനുഷ്യരിൽ പലതരം പരിണാമങ്ങൾ സ്വാഭാവികമാണെന്നും ഇത്തരത്തിൽ മോശമായി പരിണമിച്ചവർ മുൻ പോലീസ് ഉദ്യോഗസ്ഥർ എന്ന പരിഗണന അർഹിക്കുന്നില്ലെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ വ്യക്തമാക്കി. താൻ പോലീസിനെതിരെ ശബ്ദമുയർത്തിയതിൽ കൃത്യമായ കാരണമുണ്ടെന്ന് ശ്രീലേഖയും വിശദീകരിക്കുന്നു. വട്ടിയൂർക്കാവ് എസ്എച്ച്ഒ ബിജെപി പ്രവർത്തകരെ മാത്രം തിരഞ്ഞുപിടിച്ചു മർദ്ദിക്കുകയാണെന്നും ഒരു പ്രവർത്തകന്റെ കണ്ണിനു പരിക്കേൽപ്പിച്ചതായും അവർ ആരോപിച്ചു. ജനങ്ങൾ പോലീസിനെ ഇത്രമാത്രം വെറുക്കുന്നതിൽ അതിശയിക്കാനില്ലെന്നും ശ്രീലേഖ കൂട്ടിച്ചേർത്തു. എന്തുകൊണ്ടാണ് താൻ ഇത്തരത്തിൽ പ്രതികരിച്ചതെന്ന് ശ്രീലേഖ വ്യക്തമാക്കുന്നുണ്ട്. അവരുടെ പ്രധാന ആരോപണങ്ങൾ ഇവയാണ്: വട്ടിയൂർക്കാവ് എസ്എച്ച്ഒയുടെ നേതൃത്വത്തിൽ ബിജെപി പ്രവർത്തകരെ മാത്രം തെരഞ്ഞുപിടിച്ചു മർദ്ദിക്കുന്നു, സിപിഎം പ്രവർത്തകർ സ്ത്രീകളെ അപമാനിച്ചിട്ടും അവർക്കെതിരെ നടപടിയില്ല, മർദ്ദനമേറ്റ ബിജെപി പ്രവർത്തകന്റെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റിട്ടും ആശുപത്രിയിൽ എത്തിക്കാതെ AR ക്യാമ്പിൽ തള്ളി, നാണം തോന്നുന്നു ഇങ്ങനെയുള്ള ഒരു സേനയിലായിരുന്നു ഇത്രനാൾ പ്രവർത്തിച്ചതെന്നോർത്ത് എന്നാണ് അവർ കുറിച്ചത്. ഇതിനു മറുപടിയുമായി കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CR ബിജു രംഗത്തെത്തി. അസോസിയേഷന്റെ നിലപാട് ഇങ്ങനെയാണ്: ഡ്യൂട്ടിക്കിടെ മാരകമായി പരിക്കേറ്റ് ICUവിൽ ചികിത്സയിൽ കഴിയുന്ന പോലീസുകാരുള്ളപ്പോൾ അവരെ അവഹേളിക്കുന്നത് സംസ്കാരശൂന്യമാണ്. മനുഷ്യരിൽ പലതരം പരിണാമങ്ങൾ സ്വാഭാവികമാണ്. ഇത്തരത്തിൽ മോശമായി പരിണമിച്ചവർ മുൻകാല പോലീസ് ഉദ്യോഗസ്ഥർ എന്ന പരിഗണന അർഹിക്കുന്നില്ല. വിരമിച്ച ശേഷം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത് ഓരോരുത്തരുടെയും അവകാശമാണ്. എന്നാൽ പോലീസുകാരെ വീട്ടിൽ ചെന്ന് ഭീഷണിപ്പെടുത്തുന്നത് ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കുന്നത് പോലെയാണ്. പോലീസും മുൻ മേധാവിയും തമ്മിലുള്ള ഈ വാക്പോര് ഇപ്പോൾ കേരളത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. പോലീസിന്റെ നടപടികളിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടെന്ന ആരോപണം ഒരു വശത്ത്, മറുഭാഗത്ത് നിയമപരമായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ രാഷ്ട്രീയ ലാഭത്തിനായി അധിക്ഷേപിക്കുന്നു എന്ന വാദം. ഇതിൽ ആരുടെ പക്ഷത്താണ് ശരി? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.